ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഒരു സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് സാറ്റർഡേ ഇരുന്ന് ഞങ്ങളത് ഒരുങ്ങിയിട്ട് ഇതാ പുറത്തേക്കൊക്കെ ഇറങ്ങിയേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വിശേഷം കാണാനായിട്ട് മുമ്പ് ഇന്നലെ ഫ്രൈഡേ നൈറ്റ് ഞങ്ങൾ മൂവിക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് പോയോ. എന്നിട്ട് ഇന്നത്തെ വിശേഷം കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൂവിക്ക് ഇറങ്ങിയേക്കാണ്. അപ്പോൾ സർവ്വമായ കേട്ടോ ഞങ്ങൾ കാണാൻ പോണത്. എനിക്ക് ഈ ഖത്തറിൽ വന്നതിന് ശേഷം എല്ലാ മൂവിക്കൊന്നും ഞാൻ പോവാറില്ല. ഷാമയൊക്കെ ഇങ്ങനെ വിളിക്കും, എന്നാലും എനിക്കിങ്ങനെ കാണാൻ തോന്നിയ പടത്തിൽ മാത്രം ഞാനിവിടെ വന്നതിന് ശേഷം പോകാറുള്ളൂ. നാട്ടിലാകുമ്പോൾ മിക്ക മൂവിക്കും പോകുമല്ലോ. അപ്പം ഇന്ന് ഞാനും ജഡ്ജും എൻ്റെ കസിന് ഷാമയൊക്കെ ഐബും കൂടിയിട്ടാണ് പോയേക്കണത്. അപ്പം ഇതാണെങ്കിൽ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു. നിവിൻ പോളിയുടെ കംബാക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ ഹാർഡ് കോർ നിവിൻ പോളിയുടെ ഫാനായിരുന്നു മുമ്പ്. ഇങ്ങനെ ഡോറിൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോ ഒക്കെ പറിച്ചൊട്ടിക്കുക അങ്ങനത്തെ തരം ഭ്രാന്തുള്ള ആളായിരുന്നു നിവിൻ പോളിയുടെ. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പണ്ടത്തെ നിവിൻ പോളിയുടെ ആ ഒരു മൂവിത്തെ ചിരിയും അങ്ങനെയൊക്കെ നല്ല ഫീൽ കൂടി ഇരുന്നു. ഐബു ആണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരുന്നിട്ടാണ്. പിന്നെ ഇൻ്റർവെല്ലായപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്നവൻ ഓടി കളിച്ച് കഴിഞ്ഞ് അവനൊന്ന് ഓക്കെ ആവുമല്ലോ. എന്നിട്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ കയറി. സെക്കൻഡ് ഹാഫ് എനിക്ക് വല്ലാണ്ട് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കണ്ട പോലെ കോൺസെൻട്രേഷനിലൂടെ കാണാൻ പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം ഇവൻ കുറച്ചൊരു അലമ്പായിരുന്നു. കരഞ്ഞ അലമ്പാക്കല്ല, ഇപ്പം ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ അടിയിലിട്ട് അത് ചവിട്ടി അത് പ്ലീച്ച് കളയുക, ഫ്രണ്ടിൽ താളെ പോയി തോണ്ടുക, അങ്ങോട്ടോട് ഇങ്ങോട്ടോട്, അങ്ങനത്തെ കുറച്ച് അവനക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റാത്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ. അങ്ങനെ ഒരുവിധം മൂവിയൊക്കെ കണ്ടിറങ്ങി. എനിക്കിഷ്ടമായിട്ടോ മൂവി. ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ഒന്നും കൂടി ഇഷ്ടമായത്. എന്നാലും നല്ല മൂവിയായിരുന്നു, നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു. എന്നിട്ട് ഇന്നലെ പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഞങ്ങൾ നേരെ വീട്ടിൽ പോയി പിന്നെ ഫുഡ് കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങി. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് പ്ലാൻ ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കുക, അങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഒരു പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയേക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയതായിരുന്നു. അന്നാണെങ്കിൽ വല്ലാണ്ട് തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, നോർമൽ ടെമ്പറേച്ചറിൽ ഞങ്ങൾ ഇറങ്ങിയെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റി. ഈ ന്യൂ ഇയറിൻ്റെ അന്നൊക്കെ ഹെവി തണുപ്പായിരുന്നില്ല, എനിക്ക് തീരെ ആസ്വദിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റ് ഇഷ്ടം. കുഴപ്പമില്ല, ചൂടിൽ തണുപ്പിൽ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ഉണ്ടാവില്ലേ. ഞങ്ങൾ നേരെ പോയത് നമ്മളെ തറവാടിക്ക് പറയണ പോലെ നെഹദിമന്തി കഴിക്കാനായിട്ട്. എങ്ങനെ സാറ്റർഡേ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാലും അവസാനം മന്തിക്ക് എത്തും. അതും എവിടെ കഴിക്കണം അങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് നെഹദിക്ക് തന്നെ എത്താട്ടോ. ഇപ്രാവശ്യം ചിക്കനൊന്നും വേണ്ട, വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുക. പൈബു ആണെങ്കിലും ഇവിടെ എത്തിയ ശേഷം അടിയിൽ നിന്ന് ഒരു ചോക്ലേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മേലെ ഇരുന്നു. അവ ഒറ്റയ്ക്ക് ഞാൻ ചോക്ലേറ്റ് വാങ്ങിയിട്ട് വരാമെന്നൊക്കെ കൊണ്ട് അടിയിലേക്ക് പോയേക്ക്. ഇവ അങ്ങനെയായിട്ട് നമ്മൾ ഹോട്ടലിലൊക്കെ പോയാൽ അവനിക്ക് നമ്മളങ്ങനെ പ്രശ്നമില്ല. അവൻ ഒറ്റയ്ക്ക് അടിയിൽ പോവും. ചിലപ്പോൾ പെപ്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കൊക്കെ മേടിച്ചിട്ട് വരും. ഇല്ലാത്ത ചെക്കനാണിത്. എവിടുന്ന് ഒറ്റക്ക് മേടിച്ചു കൊടുത്തോ? അപ്പോൾ ഇവന്ന് കുറച്ചൊരു അലമ്പായിരുന്നിട്ടാ, തീരെ ഒതുങ്ങിയിരിക്കാണ്ട് അങ്ങോട്ടും കൂടി ചാടുക അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുത്താൻ നോക്കുമ്പോൾ അവ ഇരിക്കാൻ സമയമൊക്കെയില്ല. അപ്പോൾ ക്ഷമയൊക്കെ പറഞ്ഞിരുന്ന ടാബ് വെച്ച് കൊടുത്തു. കാരണം ഭയങ്കര അലമ്പ്. എന്താ വെച്ചാൽ അപ്പുറത്തെ റൂമിലത്തെ കുട്ടീനെ പോയിട്ട് കളിക്കാൻ വിളിക്കുക. അപ്പോൾ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല, അവർ ഭക്ഷണം കഴിക്കുകയാണല്ലോ. അപ്പോൾ ഇവനെ കുട്ടികളെ കണ്ടാൽ അവന് കളിക്കാൻ വേണം, അങ്ങനത്തെ ഒരു ഇതൊക്കെ ഇരുന്നിട്ടാണ്. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ മന്തി ഓർഡർ ചെയ്ത്. ഇപ്രാവശ്യം ഞങ്ങൾ ചിക്കൻ ഓർഡർ ചെയ്തതല്ല, ഒരു മട്ടൻ്റെ മന്തിയും ഒരു ബീഫിൻ്റെ മന്തിയാണ് ഓർഡർ ചെയ്തത്. ഒന്നും പേര് ഓർമ്മയില്ല കേട്ടോ. ചിക്കൻ വേണ്ട വിചാരിച്ചിട്ട്. ഇവിടെ കണ്ട നെഹദിയിൽ നമുക്ക് ചോറ് അത്യാവശ്യത്തിലധികം ഉണ്ടാവും. എന്തായാലും ഇവർക്ക് ഭയങ്കരമായിട്ട് ചോറ് കുറേ ഇട്ട് തരുമ്പോൾ ഞങ്ങൾക്ക് ഈ ചോറ് എങ്ങനെ പോയാലും ബാക്കിയൊന്നും ഞങ്ങൾ നൈറ്റിക്ക് കൊണ്ടുപോയി ചെയ്യാറുണ്ട് എപ്പോഴും. അപ്പോൾ മട്ടൻ മന്തി എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായില്ല. മട്ടൻ്റെ ഒരു മണം നല്ല പോലെ എടുത്ത് കാണിച്ചായിരുന്നു, മണത്തിൻ്റെ ഒരു ഇത്. പക്ഷേ ബീഫ് വേറെ ലെവലായിരുന്നിട്ട്. ഞാൻ ബീഫ് മന്തി ഉമ്മ ഉണ്ടാക്കിയിട്ട് തിന്നാനല്ലാണ്ട് പുറത്തുനിന്ന് അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഭയങ്കര സോഫ്റ്റും നല്ല ഫ്ലേവർഫുൾ ബീഫ്. ഞാൻ ഷാമിക്കോട് പറയുന്നത് ഇവർ ഏത് ബീഫാണോ മേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഷാമയൊക്കെ ഇങ്ങനെ ഐബുവിന് കൊടുത്തു എന്നൊക്കെ പറയുന്നു. അവന് മന്തി പിന്നെയും കഴിക്കും കേട്ടോ, ഒരു 5-6 വായൊക്കെ കഴിക്കാറുണ്ട്. മറ്റേ ചോറാണ് തീരെ പറ്റാത്തത്. അപ്പോൾ അവനക്ക് കഞ്ഞി കൊടുത്തിട്ടുണ്ട്, ഇനി ഇൻസേഫ് കഴിച്ചില്ലല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ മന്തി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ.
ആദ്യത്തെ ഒരു 4-5 വായൊക്കെ കുഴപ്പമില്ലാണ്ട് കഴിച്ചവന് പിന്നെ മതി മതി പറയുന്നത്. അവ ഇവിടുത്തെ മന്തി മാത്രമായിട്ട് ഇങ്ങനെ കഴിച്ച്. പിന്നെ നമ്മൾ ദാനത്തിൽ ബാറിയത്തെ മന്തി റൈസിൽ അതും കഴിച്ചിട്ടുണ്ട്. വേറെ ഇവിടുന്ന് മന്തി കൊടുത്തപ്പോൾ ഒന്നും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫുൾ തുപ്പിയായിരുന്നു. അപ്പോൾ ഒരു ഫ്ലേവർ അനുസരിച്ചിട്ട് അവൻ കഴിക്കേണ്ട, അവർക്ക് പിന്നെ ഓരോന്ന് മനസ്സിലാവാറായിണ്ടല്ലോ. അങ്ങനെ ഒരു 3-4 വായൊക്കെ കഴിച്ചിട്ടാണ്. ഇക്കവൻ ഒരു 4-5 വായ ചോറ് കഴിച്ചാലും ഭയങ്കര സമാധാനമാണ്. കാരണം തീരെ റൈസ് കഴിക്കാത്ത ആളല്ല. അപ്പോൾ പിന്നെ കുറച്ച് കഴിക്കും. പിന്നെ നമുക്കൊരു പ്രത്യേകിച്ച് ഇങ്ങനെ ഹോട്ടലിൽ പോയി നമ്മൾ ഇവനിക്ക് വേണ്ടിയിട്ട് വേറൊരു ഫുഡ് ഇങ്ങനെ കരുതുമ്പോഴേ അത് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം നമ്മൾ കഴിച്ച് കഴിഞ്ഞ് എന്നിട്ട് വേണം ഇവനിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇവനിക്ക് കൊടുത്തിട്ട് നമ്മൾ കഴിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട്. ഞങ്ങളതിന് ഷോപ്പിങ്ങിന് പോകാമെന്നായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എന്തോ പാർക്കിലൊക്കെ പോയി കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളൊരു മൈൻഡായി. ക്ലൈമറ്റ് കുഴപ്പമില്ലാത്തതാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കോർണിഷിൻ്റെ അടുത്ത് തന്നെ മിയ പാർക്കില്ലേ, അവിടെ ഒരു സൈഡിലായിട്ട് വന്നേക്കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം ക്ലൈമറ്റും അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചോട്ടിലായിട്ട് ഇരിക്കുക കേട്ടോ. ഐബു ആണെങ്കിൽ അവനിക്ക് ഈ വെള്ളാരം കല്ല് പോലത്തെ സ്റ്റോൺസുകൾ കണ്ട പിന്നെ ഭയങ്കര പ്രാന്താണ്. അതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുക, അങ്ങോട്ടും ഓടുക, അങ്ങനത്തെ ഓരോ വട്ടകളായിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കാട്ടിക്കോട്ടെ, അവൻ്റേതായ കളിയിൽ വിട്ടോട്ടെ വിചാരിച്ചു. എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാന്ന് അറിയില്ല കേട്ടോ. ഇത് കുറച്ചൊരു കട്ടിയുള്ള ഡ്രസ്സാണ്, എൻ്റെ മേത്തുക്കൊക്കെ അറിയണുണ്ട്. ഇത് കുറച്ചുള്ളൊരു കട്ടിയുള്ള ഡ്രസ്സാട്ടോ. അപ്പോൾ ഇതിടുമ്പോൾ നമുക്ക് വല്ലാണ്ട് അങ്ങനെ തണുപ്പ് തോന്നില്ല. ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ്, കാരണം കുറേ ആയിട്ട് അങ്ങനെ ഫോട്ടോസൊന്നും എടുത്തിരുന്നില്ല. എവിടെയും പോകും ഭക്ഷണേക്കും വരും എന്നല്ലാണ്ട് ഫോട്ടോസ് എടുത്തിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഫാമിലി ഫോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചെടുത്ത്. ഞങ്ങൾ മിക്കതും പിന്നെ മാച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിട്ട് വരിക. അവനക്കാണെങ്കിൽ ഞാൻ അങ്ങനെ ഷാമേക്കടെ ഒക്കത്ത് കിടക്കുന്നൊന്നും തീരെ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ അവനെ ഇതാക്കാൻ വേണ്ടി കിടക്കട്ടെ, ഒന്ന് അടിക്കണേ. ഇതിൻ്റെ സൗണ്ട് തീരെ വന്നില്ല, അതാട്ടോ ഞാൻ പിന്നെ മ്യൂട്ടാക്കി കളഞ്ഞത്. അതിൻ്റെ സൗണ്ട് എന്താണോ, ഞങ്ങൾ കുറച്ച് ദൂരത്ത് മൈക്ക് വെച്ചുകൊണ്ടാണ്, അല്ല ക്യാമറ വെച്ചുകൊണ്ട് എന്താണെന്നല്ല സൗണ്ട് തീരെ ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ അവനെ വറ്റാക്കാൻ വേണ്ടി ഇങ്ങനെ കിടക്കട്ടെ. പിന്നെ അവനക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നാൽ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു ഓപ്പൺ പ്ലേസിൽ അവനക്ക് ഭയങ്കര ഇഷ്ടം ഓടി കളിക്കാനും അങ്ങനെ ആക്കാനും ഇങ്ങനെ ആക്കാനും. അവനിങ്ങനെ ക്ലോസ്ഡ് സർഫേസിൽ വരുമ്പോഴാണ് അവനക്ക് ഭയങ്കരമായിട്ട് പ്രാന്താണ്, അവനക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കുറേ നേരം അവനെ കളിപ്പിച്ചവിടുന്നിട്ട് അവന് അത്യാവശ്യം എൻജോയ് ചെയ്യിക്കോട്ടെ വിചാരിച്ചിട്ട്. കാരണം ഏകദേശം സൺസെറ്റ് വരെയൊക്കെ നമ്മളവിടെ ഇരുന്നിട്ടാണ്. എന്നിട്ടും പോവാന്ന് പറഞ്ഞപ്പോൾ അവനക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. വേണ്ട വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും. സുന്ദരായില്ലോ. ഓ സൂപ്പർ സൂപ്പർ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ ഷോപ്പിങ്ങിനാണ് ശരിക്കും അന്ന് ഇറങ്ങിയത്. പക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് പാർക്കിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പിന്നെ വീട്ടിലേക്ക് വരേണ്ടി വന്നു, നെറ്റിന്റെ എന്തോ ഇഷ്യൂ ആയിട്ട്. അപ്പൊ പിന്നെ അന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. അപ്പൊ അത് 2 ദിവസം കഴിഞ്ഞിട്ട് നൈറ്റ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഒന്ന് മാളിൽ പോകണം, കുറച്ച് കാര്യങ്ങൾ ഷോപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് പ്ലാന് അല്ലേ ഇപ്പോ? ഇപ്പൊ ഡ്രസ് എങ്ങനെയുണ്ട്? അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫെസ്റ്റിവൽ സിറ്റിക്കായിട്ട് പോകുന്നത്. അപ്പോൾ മാൾ ഓഫ് ഖത്തർ പറഞ്ഞിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഫെസ്റ്റിവൽ സിറ്റി ആകുമ്പോൾ എന്തൊക്കെ ഓഫറുണ്ട് ഡ്രസ്സിന് എന്നൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ പിന്നെ അവിടെയും പോയൊക്കെ പിന്നെ ഐക്യയിലും പോയൊക്കെ അങ്ങനെയൊക്കെ മൈൻഡ് സെറ്റിലായിട്ട് ഇറങ്ങിയിരിക്കണത്. ചുള്ളനായിട്ട് ഞാൻ അന്നിട്ട് ഡ്രസ്സ് തന്നെ പാൻറ് ജീൻസ് ആക്കി ടോപ്പ് തന്നെ ഒരു വട്ടം കൂടി ഇടാൻ വെച്ചിട്ട് ഇവർ രണ്ടാളും മാറ്റി. അയ്യോ, എല്ലാ കുട്ടികൾക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇങ്ങനെ ത്രില്ലിങ് അല്ലേ, അല്ലെങ്കിൽ അടുത്ത് പോയി ഇങ്ങനെ
അഗ്ഗിയാനൊക്കെ തോന്നി. ഇവൻ കണ്ട അയാളെ പോയി ഇടിക്കുക, അയാളെ പോയി ഇടിക്കുക. അയാൾക്ക് തന്നെ അത്ഭുതം ഏത് കുട്ടിയത് വിചാരിച്ചിട്ട്. അവനക്ക് ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ അവനക്ക് ഇടിയാണ് ഇഷ്ടം, ഗുസ്തിയുടെ ആളാണ് മെയിനായിട്ട്. അപ്പോൾ കുറച്ച് നേരം അവൻ അവിടെ നിന്നിട്ട് അയാളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കട്ടാ. അപ്പോൾ കൂടെയുള്ള പെൺകുട്ടിയടക്കം കണ്ടിട്ട് ചിരിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ സെൻട്രൽ പോയിന്റിൽ കയറി. എനിക്ക് ആദ്യം വിൻ്റർ കളക്ഷൻ എല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ സെൻട്രൽ പോയിൻ്റ് ആയതുകൊണ്ട് വലിയ ഓഫറില്ല. നമ്മളെ ഓഫർ ആവില്ലല്ലോ സെൻട്രൽ പോയിൻ്റിൻ്റെ ഓഫർ. അവർ ചിലപ്പോൾ 200 റിയാലിന് 100 റിയാലിനൊക്കെ ഇടുണ്ടാവുക അങ്ങനത്തെ. പക്ഷെ എനിക്കൊന്നും വല്ലാണ്ട് പൈസ മാത്രമല്ല, എനിക്ക് പറ്റിയ പോത്തൊന്നും കിട്ടിയില്ല. കേടാക്കി എടുത്തിട്ടാ ഇവിടെ ട്രൗസർ. വലിയ ആൾക്കാർക്ക് സെൻട്രൽ പോയിന്റിൽ വല്ല കളക്ഷൻ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ലപോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ തപ്പിങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരുന്നിട്ട് കയ്യിൽ പിടിച്ചേക്കായിരുന്നു. കാരണം ഐബുവിന് മാത്രമല്ല, എൻ്റെ കസിൻ പ്രസവിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അവരെ കുട്ടിക്കും കൂടി എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ 2 പേരും ബോയ്സ് ആയതുകൊണ്ട് നമുക്ക് ബോയ്സിൻ്റെ സെക്ഷനിൽ നോക്കിയാൽ മതിയല്ലോ. ഗേൾസിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ എന്ത് നല്ല ക്യൂട്ട് ഡ്രസ്സുകളാണ്. പക്ഷെ എന്ത് കാര്യം, ഗേൾസ് ആരുമില്ല. അങ്ങനെ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് നിൽക്കട്ടെ. പിന്നെ നമ്മൾ ബാത്ത് ടബ് അങ്ങനത്തെ എന്തെങ്കിലും മേടിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നോക്കാൻ വിചാരിച്ചിട്ട് മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ പോകാൻ നിൽക്കുക. അപ്പോൾ അപ്പത്തിനും ഐബ് അവിടുത്തെ ടോയ്സൊക്കെ കണ്ടിട്ട് ഓരോന്നിങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ ബാത്ത് ടബിൻ്റെ പ്ലാന് മാറ്റിയിട്ട് സ്ട്രോളർ കണ്ടപ്പോൾ പിന്നെ അതെടുത്തിട്ടോ. അത് നല്ല നല്ല സ്ട്രോളറായിരുന്നു ജൂനിയേഴ്സിൻ്റെ. അപ്പോൾ പിന്നെ നമ്മൾ അതെടുത്ത് അതൊക്കെ മേടിച്ചിട്ട് അങ്ങനെ ബില്ലടിക്കാൻ നിൽക്കുക കേട്ടോ. അല്ല എന്തിലിരിക്കണേ എന്തിലിരിക്കണ പിന്നെ അവന് ഓർമ്മ വെച്ച കാലത്ത് അവനക്ക് സ്റ്റോളിൽ ഇരുന്നിട്ട് വല്ലാണ്ട് ഓർമ്മയില്ല. അപ്പോൾ ഇപ്പം അത് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോഴേ ഇരിക്കണം പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് നേരം അതിലിരുന്നിട്ട് അവനെ ഇതാക്കിയതാട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവനക്കൊന്ന് എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ മാക്സിൽ കയറി. പരമാവധി എല്ലാ ഷോപ്പിലും കയറിയിട്ട് ഓരോന്ന് നോക്കാൻ വേണ്ടിയിട്ട്. മാക്സിത്തെ ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായി, പക്ഷെ ഇട്ട് നോക്കുമ്പോൾ എന്തോ ഒരു സുഖമില്ലാത്ത പോലെ. പിന്നെ വിൻ്റർ കളക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഡ്രസ്സുകളൊന്നും അവിടെ കാണാമല്ലോ, കണ്ടോ കുറേ മാക്സി ഡ്രസ്സുകൾ. അപ്പോൾ പിന്നെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി നേരെ ഐക്കിയൊക്കെ പോയിക്കൊണ്ടിരിക്കട്ടോ. പിന്നെ ഏതാ RNBയിലും കയറി. അതും വല്ലാണ്ട് എനിക്ക് നമുക്ക് പറ്റിയ പോലത്തെ കളക്ഷനൊന്നും എവിടെയും തോന്നുന്നു. നമ്മളങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഐക്കിയാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ ഫെസ്റ്റിവൽ സിറ്റിക്ക് വന്നത്. മണക്കത്തറിലൊന്നും അങ്ങനെ പറ്റില്ല, ഫെസ്റ്റിവൽ സിറ്റിയിലെ വൈക്കിയും കൂടി ലക്ഷ്യം ഉണ്ടല്ലോ. അങ്ങനെയാണ് നൈക്കിയത്തെ വിശേഷങ്ങളാണ്. ഐക്യ പിന്നെ ഒരു ലോകമാണല്ലോ, പോയവർക്കറിയാം. കുറഞ്ഞ പ്രൈസിലുള്ളതുകൊണ്ട് കൂടിയ പ്രൈസിലുള്ളതുകൊണ്ട് എല്ലാ തരം റേഞ്ചിലുണ്ടല്ലോ. നമ്മളിങ്ങനെ കുറേ തപ്പിങ്ങനെ നടക്കുകയായിരുന്നിട്ട് എനിക്കൊരു സംഭവം മനസ്സിലുണ്ടായിരുന്നു, വുഡിൻ്റെ ഐറ്റം. പക്ഷെ അത് മേടിക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കി. ഞാൻ വിചാരിച്ച പോലത്തെ ഐറ്റം കണ്ടില്ല. അതിൻ്റെ കുറച്ച് വലുതാണ് കണ്ടത്. എനിക്ക് കുറച്ചൊരു മീഡിയം സൈസിൽ വേണമെന്നുള്ളതുണ്ടായിരുന്നു. അപ്പം പിന്നെ അത് കിട്ടാത്തതുകൊണ്ട് അവിടെ നിന്ന് വേഗം ചടപടി ഇറങ്ങി. കയറി നോക്ക് എങ്ങനെ ഉണ്ടായിപ്പോ ഐസ്ക്രീം? എങ്ങനെയുണ്ട്? വീടുണ്ടോ? അവിടെ ഇരുന്നോ? എങ്ങനെയുണ്ട് ഐസ്ക്രീം? എന്ത് പണ്ടത്തെ കാട്ടി പപ്പാടലായിരുന്നു കൂടുതൽ, അൻ്റെലായിരുന്നു കൂടുതല്. പപ്പ കൊടുത്തിട്ട് കൂടുതലില്ലാത്ത ഈ എടുത്ത് എന്ത് പൊട്ടത്തരാ. ഐസ്ക്രീം കലർന്നു താഴെ എന്തൊക്കെ പോണുണ്ടായിരുന്നു. ഗംഭീരം. എന്താ ചെയ്യണേ? ഒന്നുകൂടി ആക്ക്. വീഴണ്ടാട്ടാ. എനിക്ക് ഐബുന് ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്. എന്നിട്ട് ഇത് ഏതോ മാമ കൊടുന്നതാണ് എൻ്റെ. കുറേ മുമ്പ് തന്നെ ഇപ്പോൾ ഞങ്ങൾ വലുതാവും വിചാരിച്ച് ഇങ്ങനെ എടുത്ത് വെച്ചേക്കായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ഇവൻ്റെ കറക്റ്റ് ഭാഗമായിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അത് ഇട്ട് കൊടുത്തത്, അതിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓടി കളിക്കും ഒരാൾ. ഞങ്ങൾ പിന്നെ അവിടെ തിരിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഐബൂനും മറ്റവർക്കും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് എനിക്കൊന്നും കിട്ടിയില്ല. അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മലഫ്കത്തിൽ പോയപ്പോൾ ഐബൂനായിട്ട് പോയപ്പോൾ എനിക്ക് കുറേ നോക്കി, എനിക്ക് പറ്റിയൊന്നും കിട്ടിയില്ല. ഈ വിൻ്റർ കളക്ഷനൊന്നും നമുക്ക് പറ്റിയ വലിയ
സൂട്ടായിട്ടില്ല. അപ്പോൾ പിന്നെ അവിടുന്ന് മെല്ലെ ഇറങ്ങി ഇങ്ങനെ പാട്ടൊക്കെ പാടി. പക്ഷേ ഐക്യയിൽ പോയതുകൊണ്ട് ഒരു സംഭവമുണ്ട്, എനിക്ക് ആ ഷവർമ്മ തിന്നാൻ പറ്റി. കുറേ കാലമായി ഷവർമ്മക്ക് വേണ്ടിയിട്ട് അങ്ങനെ കൊതിക്കുന്നു. ഞാൻ ഷവർമ്മയുടെ ഭയങ്കര ഫാനായിട്ട്. എനിക്ക് ഇവിടുത്തെ ഐക്യത്തെ MRAത്തെയും 2 ഷവർമ്മ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഷവർമ്മ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇത് കുഞ്ഞ് വീഡിയോ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലായിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.